മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച അബാക് മീഡിയയിലേക്കുള്ള യാത്രയിലാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ 2 ദിവസം ചെന്നൈയിലുണ്ടായിരുന്നു. പലരും ചെന്നൈയിലുള്ള ചിലർ മെസ്സേജ് അയച്ചു, അവിടെ ഉണ്ടായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ വന്ന് കാണുമായിരുന്നു എന്നറിയിച്ചു. പക്ഷേ ഞാനവിടെ തീർത്തും ഒരു ഫാമിലി വിസിറ്റിന് പോയതാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ആരുടെങ്കിലും വീടുകളിൽ നിൽക്കുമ്പോൾ അവിടെ അത് ശരിയല്ല, മനസ്സിലായി. ഞാനിപ്പോൾ ചോദിച്ചാൽ അവർ യെസ് പറയും, പക്ഷേ നമ്മൾ അവരുടെ പ്രൈവസിയിൽ, കാര്യം ചെന്നൈയിൽ താമസിക്കുന്നവരുടെയൊക്കെ സൗകര്യം അറിയാമല്ലോ. അവർക്കൊരു ബെഡ്റൂം, ഹാള്, കിച്ചൺ, ആവശ്യത്തിന് ബെഡ്റൂമുകളൊക്കെ കാണുള്ളൂ. മിക്കവരും വാടകയ്ക്കായിരിക്കും, ചിലർ സ്വന്തം വീടുമുണ്ട്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ശരിയാകില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തരുടെ വീടുകളിൽ വരാൻ പറയും. അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ഊബർ, റാപ്പിഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചാലും ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ട് വരികയില്ല. അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഇവരവിടെ തന്നെ നിൽക്കും. വിളിക്കുമ്പോഴത്തേക്ക് അവർ പിന്നെ ഇത്ര രൂപ തരാമെങ്കിൽ വരാമെന്ന് പറയും. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഓലയിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഓല അല്പം റേറ്റ് കൂടുതലാണ്, എന്നാലും അവർ അതിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഒരു 60-70% ഒക്കെ ആണ്. ഇവരുടെ ആകെ 25-30% ആണ് ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാണ് പലരെയും കാണാൻ സാധിക്കാത്തത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ 2 ദിവസത്തെ ഇതും കൊണ്ട് ഞാൻ വെറുതെ നോക്കി, രാത്രി എത്ര പേരോട് സംസാരിച്ചു എന്ന് നോക്കി. 34-35 പേരോട് സാധാരണ കോളിൽ സംസാരിച്ചു. അതുകൂടാണ്ട് ഉദ്ദേശം 15-16 പേരുടെ അടുത്ത് വീഡിയോ വോയിസ് കോളിൽ ബോട്ടിയും ഉൾപ്പെടെ സംസാരിച്ചു. ഇത് 15-16 പറയുന്നതെന്ന് വെച്ചാൽ, ഇടയ്ക്ക് മൊബൈൽ ഹാങ് ആകുമ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. വാട്സാപ്പിലെ ആണെങ്കിലും ജാതകം മാത്രം സ്റ്റാർ ഇട്ട് വെച്ചിട്ട് ബാക്കി വോയിസൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഹാങ് ആകുന്നു മൊബൈൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. കഴിയുന്നതും എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ചിലർ, ഒരു അപേക്ഷ എനിക്കുള്ളത്, ഒരു കാരണവശാലും അമ്മമാരോ അച്ഛന്മാരോ വിവാഹിതരായ മക്കളുടെ കാര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാണ്ടിരിക്കുക. അത് അവരുടെ കാർമ്മികമാണ്. അപ്പോൾ മക്കള് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ കാര്യം, ഇങ്ങനെ ഒരാളുണ്ടെന്നും പറഞ്ഞ് മക്കൾ ഇവരുടെ ഫോണിലൂടെ സംസാരിക്കുക. അപ്പോൾ പലപ്പോഴും അച്ഛനമ്മമാരുടെ നിർബന്ധത്തിനായിരിക്കും സംസാരിക്കുന്നത്. അതൊന്നും ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും, നമ്മളെല്ലാം കാർമ്മികം എന്ന് പറയുന്ന ഇതിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തരും താല്പര്യപൂർവ്വം അവർ എന്തെങ്കിലും ചെയ്താലേ റിസൾട്ട് കിട്ടുകയുള്ളൂ. എല്ലാത്തിനും റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റുകയില്ല. കാര്യം എന്താ വെച്ചാൽ, കാർമ്മികത്തിൻ്റെ എഫക്റ്റ് അനുസരിച്ചിരിക്കും. പിന്നെ എന്താണ്, ദൈവാധീനവും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടൊരു 60-70% റിസൾട്ട് കിട്ടുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഒരു 30-40% റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. കാര്യം കാർമ്മിക അത്രയാണ്. പിന്നെ ആര് വിളിച്ചാലും ഞാൻ പോസിറ്റീവായിട്ടേ പറയാറുള്ളൂ, ആരുടെയും പ്രശ്നങ്ങൾ പറയാറില്ല. ചിലർ ജാതകം അയച്ചിട്ടൊന്ന് നോക്കൂ, എന്തൊക്കെയാണ് പ്രോബ്ലംസ് നോക്കാൻ പറയാറുണ്ട്. ഞാൻ നോക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലംസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും. ആ എനർജി ആയിട്ട് ഞാനും കണക്റ്റ് ആവും. ഞാനിപ്പോൾ ഈ തലത്തിൽ പോസിറ്റീവ് മാത്രം എന്നുള്ള ചിന്തയിലേക്ക് നിന്നത് കുറേ അധികം ശ്രമത്തിലൂടെയാണ്, മനസ്സിലായി. അപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രതിവിധികളെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമുക്ക് എന്താണ് വേണ്ടത്, അതിലേക്ക് ശ്രദ്ധിക്കുക. കാര്യം നമ്മുടെ ചിന്തകളും ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയിലേക്ക് പോവുകയാണ്. ആ ഈശ്വരൻ ഏത് രൂപമാണെന്ന് അന്വേഷിക്കാണ്ടിരിക്കുക. അതൊരു എനർജിയാണെന്ന് മനസ്സിലാവുക, കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ആയുരാരോഗ്യ സൗഖ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടമെല്ലാം നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, അവർ ഉന്നത വിജയം നേടി വിജയിക്കാനും, അതുപോലെ അവരാഗ്രഹിക്കുന്ന നല്ല വരുമാനമുള്ള ജോലിയിലോ സർവീസിലോ പ്രൊഫഷനിലോ ജീവിത സാഹചര്യങ്ങളിലോ അവരേർപ്പെടാനും, അവർക്ക് ഓരോ കുലത്തിൻ്റെയും സംസ്കാരം അനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സാകട്ടെ ഉദ്യോഗമാകട്ടെ, അതിൽ
ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും എല്ലാവർക്കും നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകാനും സ്വന്തമായ ഭവനം ലഭിക്കുവാനും വീടുണ്ടാകുവാനും അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും അത് വീട്ടിലാകട്ടെ ജോലി സ്ഥലത്താകട്ടെ ഉദ്യോഗം ചെയ്യുന്നിടത്താകട്ടെ അല്ലെങ്കിൽ വ്യാപാരം ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ യാത്രകളിലാകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ പഠനാവസരത്തിന് താമസിക്കുന്നിടത്താകട്ടെ കുട്ടികളുടെ യാത്രകളിലാകട്ടെ പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കുവാനും അതുപോലെ ഇപ്പോൾ കോണ്ടാക്റ്റിൽ കുറേയധികം കുട്ടികളിൽ അകാർമിക് പല രീതിയിൽ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ചില എഫക്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ എന്ന് സങ്കല്പം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുക്കന്മാർ, പിതൃക്കന്മാരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും അതിൻ്റെ നൂറുമേനി പ്രതിഫലം പരാശക്തി പരമാത്മാവിൽ നിന്നും നമ്മുടെ പിതൃക്കന്മാർ മുഖാന്തരം അനുഗ്രഹമായും ധനധാന്യ സമൃദ്ധിയായും ആയുരാരോഗ്യ സൗഖ്യമായും സൽസന്താന സൗഭാഗ്യമായും സ്വന്തം കുടുംബ ജീവിതമായും സ്വന്തം വീടായും എല്ലാം ലഭിക്കണമെന്ന് എൻ്റെ ഗുരുപരമ്പരകളോട് ഉപാസനാമൂർത്തികളോടൊക്കെ പ്രാർത്ഥിച്ച് പ്രത്യേകാൽ ഇന്നത്തെ വാരദേവതയായ മഹാലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിച്ച സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു ഓൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.